മന്ത്രി സജി ചെറിയാൻ ഇന്ന് വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം കാസർഗോഡ് ഒരു സ്പെസിഫിക് കേസായിട്ടെടുത്താൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായാൽ അതിന് കൗണ്ടറായിട്ട് ഭൂരിപക്ഷ കൺസോൾട്ടേഷനും ഉണ്ടാവും. അപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ BJP ജയിക്കുന്നു, മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ മുസ്ലിം ലീഗ് ജയിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള സാമുദായിക ഏകോപനം രണ്ടു കൂട്ടരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ആപൽക്കരമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം. പിന്നെ അതിനുപയോഗിച്ച വാക്കുകളൊക്കെ നിശ്ചയമായും വ്യാഖ്യാനക്ഷമമാണ് എന്ന് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ കയറി അങ്ങ് പിടിച്ചാൽ അത് നല്ലതിനാകുമോ മോശമാകുമോ ശ്രീ ഷുക്കൂർ? അല്ല, നമ്മുടെ ഈ മന്ത്രി സജി ചെറിയാൻ നമ്മുടെ നാടിന് എത്രമാത്രം ആപൽക്കരമായ സാഹചര്യം ഉണ്ടാക്കുന്നൊരു മന്ത്രിയാണ്. ഈ മന്ത്രിക്കെതിരെ നടപടിയെടുക്കേണ്ട കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഈ മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ എന്ത് സാംസ്കാരിക ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, പ്രസംഗിക്കുന്നത്, വേണ്ടാത്തത് പറയുന്നത്, ഭരണഘടനാ വിരുദ്ധമായി പറയുന്നത്, നിയമവിരുദ്ധ പ്രവർത്തനത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികൾക്കെതിരായി നമ്മൾ ശക്തമായി പ്രതികരിക്കുന്ന ഘട്ടത്തിൽ വളരെ ശക്തമായ സാമുദായിക ധ്രുവീകരണം ഉണ്ടാവുകയാണ്. പറയാം, അത് ഒരു മന്ത്രി പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലോ NSSന്റെയും SNDPയുടെയും ജനറൽ സെക്രട്ടറിമാർ ബാക്ക് ടു ബാക്ക് പത്രസമ്മേളനം വിളിക്കുന്നതും കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുന്നതും നമ്മൾ ഇന്നലെ കേട്ടു. പ്രതിപക്ഷ നേതാവിനെ രണ്ട് സമുദായ നേതാക്കൾ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് നമ്മൾ കേട്ടു. കോൺഗ്രസിന്റെ ഒരു നേതാവ് ഈ സമയം വരെ ഇന്നിപ്പോ 7:35 അതിനെ എതിർത്ത് പറയുന്നത് ഞാൻ കേട്ടില്ല. അപ്പൊ ഈ തരത്തിലുള്ള സാമൂഹ്യ ധ്രുവീകരണം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശങ്കാജനകമല്ലേ? എല്ലാ സാമൂഹിക ധ്രുവീകരണത്തിന് വേണ്ടിയാണ് ഈ ലക്ഷ്യമെങ്കിൽ അത് നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളം അതാണ് തെളിയിക്കപ്പെടും. ശ്രീ സതീശൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതയും യാഥാർത്ഥ്യങ്ങളും മാത്രമാണ്. ഒരു സാമുദായിക നേതാവിനെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല, അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു സമുദായ സംഘടനയും ആക്ഷേപിക്കാനല്ല, അല്ലെങ്കിൽ ആ തരത്തിൽ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അത്തരം സംഘടനകൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും അവരുടെ താല്പര്യങ്ങളെ അത് പൊതു താല്പര്യങ്ങളായി എടുക്കേണ്ടതിനെ എടുത്ത് നടപടിയിൽ വരുത്തിയിട്ടുള്ളത്. ഞങ്ങൾ അവർ പറയുന്നത് കേൾക്കാറുണ്ട്, അവരുമായി സൗഹൃദത്തിൽ പോകാറുണ്ട്. ആ തരത്തിൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് അത്തരത്തിലുള്ള സമീപനമാണ്, അല്ലാതെ ഞങ്ങൾ എതിർക്കാം. പക്ഷേ അവർ വേണ്ടാത്തത് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് പോയാൽ അത് സമൂഹത്തിൽ പ്രതികരിക്കേണ്ടി വരും. ഇതിപ്പോൾ എന്താ പ്രതികരിച്ചത് സതീശൻ മുഖ്യമന്ത്രിയുടെ നടപടികളെയും അതിൻ്റെ സമീപനങ്ങളെയും പ്രതികരിക്കുമ്പോൾ ചിലർക്ക് ഏറ്റുപിടിക്കാൻ വരുന്നു. അവർക്ക് ഏതായാലും മറുപടി നമ്മുടെ സമൂഹം കൊടുക്കും, ഒരു സംശയം വേണ്ട. കാണാം. ഞാനിപ്പോൾ നമ്മുടെ വിഷയത്തിലേക്കൊന്ന് വരട്ടെ അഭിലാഷ്, ഞാനൊന്ന് വിഷയത്തിലേക്ക് വരട്ടെ. അതായത് ഈ മന്ത്രി ഇപ്പോൾ പറഞ്ഞത്, ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എത്രമാത്രം നമ്മുടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യമാണ്, നമ്മുടെ വിദ്വേഷമുണ്ടാക്കുന്ന, ഈ സമൂഹത്തിൽ വിഭജനമുണ്ടാക്കുന്ന ഒരു രൂപത്തിലല്ലേ പറഞ്ഞത്. പറഞ്ഞിട്ടില്ല എന്നും അതിനെ ന്യായീകരിക്കാനും അതിനെ തള്ളിപ്പറയുന്നില്ല എന്നാൽ ന്യായീകരിക്കാനും വന്നിരിക്കുന്നത് കണ്ടു. ഇത് തന്നെയല്ലേ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞത്? ഒരു DYSPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധികരിക്കുകയാണ്. ഈ മന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കേസെടുക്കണം, അറസ്റ്റ് ചെയ്ത് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പുറത്താക്കിയിട്ട് നടപടിയിലേക്ക് പോകണം.